ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തേങ്ങ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെയാണ് കൂട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു തേങ്ങ ഞാൻ കുലുങ്ങണതൊക്കെ നോക്കി എടുക്കുകയാണ് കേട്ടോ. ഇന്നലെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, മറക്കും. മറവി ഇപ്പോൾ ഈടായിട്ട് ഇത്തിരി കൂടുതലുണ്ടോ എന്നൊരു സംശയം. മറ്റത് ഞാൻ രാവിലത്തെ തിരക്ക് വിചാരിച്ചിട്ട് വൈകുന്നേരം പൊളിച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുപോയി വെക്കാറുണ്ട്. ചിലപ്പോൾ സമയം കിട്ടുകയാണെങ്കിലൊക്കെ ചിരവിയും വെക്കാറുണ്ട്. അതൊക്കെ സമയത്തിൻ്റെ കാര്യം പോലെയൊക്കെയാണ് ഇരിക്കാറ്. അപ്പോൾ ഇന്നലെ പൊളിച്ച് വെച്ച തേങ്ങ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയിൽ ഇങ്ങനെ പോയതുമാണ് കേട്ടോ. ചിലപ്പോൾ പൊളിക്കുമ്പോൾ 2-3 ഒന്നിച്ച് പൊളിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതിയല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ ദോശയും നീർദോശയാണ്. അതും ചായയൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ തേങ്ങ പൊളിക്കാൻ പോന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒന്നേ പൊളിക്കണുള്ളൂ. ഇനി ഇത് മതി. ഇത് കുറച്ച് വലിയ തേങ്ങയാണ്. അപ്പോൾ നമുക്ക് ചട്ടണി ഉണ്ടാക്കണം. പിന്നെ ഉച്ചയ്ക്കുള്ള കറിക്കുള്ള തേങ്ങയും കൂടിയാണ്. ചില ദിവസങ്ങളത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് തിരക്കുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് എല്ലാം കൂടെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ദിവസം പോലെയാവും ചില ദിവസങ്ങളിൽ. എന്തായാലും നമ്മൾ ചെയ്യേണ്ട ജോലിയൊക്കെ നമ്മൾ തന്നെ കൃത്യമായിട്ട് ചെയ്യണ്ടേ. രാവിലെ തേങ്ങ പൊളിക്കാനൊന്നും ആരെയും വിളിച്ചാലൊന്നും കിട്ടില്ല. കാരണം എല്ലാവർക്കും തിരക്കാണ്, പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരൊരു തേങ്ങ പൊളിച്ചിരുമോ എന്നൊക്കെ ചോദിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യമൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഇതെൻ്റെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. മറ്റത് വൈകുന്നേരമൊക്കെ ഞാനധികം പൊളിച്ച് റെഡിയാക്കി വെക്കാറാണ് ഉള്ളത്. മക്കൾ പറഞ്ഞാൽ ചെയ്യും കേട്ടോ. പക്ഷെ അവരൊക്കെ രാവിലെ പോകാനുള്ള ആൾക്കാരാവുന്നതുകൊണ്ട് തിരക്ക് ഉള്ള സമയം കൂടെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടിച്ച് ശരിയാവില്ല. സുധിയൊക്കെ ചിലപ്പോൾ ഈവനിങ്ങിലൊക്കെ കുറച്ച് ലേറ്റായിട്ടും കൂടിയാണ് വന്ന് കിടക്കുന്നത്. പിന്നെ രാവിലെ അവനെ എണീറ്റ് പിന്നെയും പോകേണ്ട തിരക്കൊക്കെ ഉണ്ടാവുമ്പോൾ, ഷൂട്ടിംഗ് ആകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അവനൊക്കെ അങ്ങനെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കാറുമില്ല. അവൻ കണ്ടറിഞ്ഞ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. ഞാനിവിടെ ഓടിപ്പായണ രാവിലെ കാണുമ്പോൾ അവൻ വന്ന് എന്താ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. നമ്മൾ നീർദോശയാണ്. നീർദോശ വക്കില്ലാത്ത ചട്ടി ആയതുകൊണ്ട് എങ്ങനെ ഒഴിച്ചാലും കുറച്ച് വാലും അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഷേപ്പിലൊക്കെ ആവും. അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ നല്ല വട്ടദോശനെയാക്കി മാറ്റാം. എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയുണ്ട്. പക്ഷേ ആർക്കും അതിൽ ചുട്ട അത്ര ഇഷ്ടമല്ല. ഇതിൽ എണ്ണ പുരട്ടിയിട്ട് ചുട്ടെടുക്കണ ദോശേൻ്റെ ടേസ്റ്റ് നോൺ സ്റ്റിക്കിൽ ചുട്ടാൽ ഇല്ല. അതൊരു സത്യമായ കാര്യമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ വാലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുമ്പോൾ കട്ട് ചെയ്ത് കളയും. അങ്ങനെയൊക്കെയാണ്. എന്നാലും പരമാവധി ഞാൻ ഷേപ്പിൽ തന്നെ ചുട്ടെടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഓരോ ടെക്നിക്കല്ലേ. അപ്പോൾ രാവിലെ തന്നെ തേങ്ങേൻ്റെ വെള്ളമാണ് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ചായ ഒന്നും കഴിച്ചിട്ടില്ല. ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി പാല് തിളപ്പിച്ചിട്ട് വേണം ചായ കൂട്ടി വയ്ക്കാൻ. അപ്പോൾ നമുക്ക് തേങ്ങ വെള്ളം കുടിക്കാം. അപ്പോൾ അത്യാവശ്യത്തിനായിട്ടോ. ഇത് നല്ല വെള്ളമുള്ളൊരു തേങ്ങയായിരുന്നു. ഒരു 1/2-3 ഗ്ലാസ്സൊക്കെ വെള്ളം ഉണ്ട്. ഏതായാലും എനിക്ക് രാവിലത്തേക്കുള്ള ചെറിയൊരാശ്വാസത്തിനുള്ളതായി. ഇനി തേങ്ങ ചിരവി ചട്ടണി അരയ്ക്കണം. പിന്നെ ഉച്ചയ്ക്കുള്ളത് പിന്നെ ഇപ്പോൾ ചട്ടണി ആദ്യം റെഡിയാക്കട്ടെ. ദോശയും ചായയും ആയിട്ട് അവിടെ മേശപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കും സമാധാനമാണ്, പോകുന്ന ആൾക്കാർക്കും സമാധാനമാണ്. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ. അപ്പോൾ ഞാൻ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരടുപ്പ് ഒഴിഞ്ഞപ്പോൾ അതിൽ വേഗം അത് ഒഴിച്ചു വെച്ചു. പിന്നെ അവിയൽ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇങ്ങനെ വേഗം ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ അതിനുള്ള സംഭവം കൂടി ഒക്കെ ചട്ടണി ഞാൻ കാണിച്ചില്ല കേട്ടോ. അത് വിട്ടുപോയി. രാവിലത്തെ തിരക്കാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോഴേക്ക് ചായക്ക് സുധി പോകാൻ ലേറ്റായി എന്ന് പറഞ്ഞ് വന്നതുകൊണ്ടാണ് വേഗം ഞാൻ ചട്ടണി അരച്ചവന് കൊടുത്തത്. അപ്പോൾ അത് മറ്റേ ചട്നീൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതാണ് പറ്റിപ്പോയത്. സാരമില്ല. ചട്നി എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കി കാണുന്നത് തന്നെയല്ലേ. ഇന്ന് ഞാൻ പച്ചമുളകും തേങ്ങയും ചെറിയൊരു ഉള്ളിയും ചേർത്തിട്ടാണ് ചട്നി ഉണ്ടാക്കുന്നത്. കറിവേപ്പിലയും കടുകും വറവും ചേർത്തു. അങ്ങനത്തെ ചട്നിയായിരുന്നു ഇത്. ഇനി അവിയൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒഴിച്ച് കറി അവിയലാണ്. അപ്പോൾ അതിനുള്ള തേങ്ങയാണ് ഇപ്പോൾ ചിരവി റെഡിയാക്കണത്. അപ്പോൾ പച്ചമുളക്, ജീരകം, കറിവേപ്പില ഇതൊക്കെയാണ് നമ്മൾ അവിയൽ കറിക്ക് ചേർക്കുന്നത്. കുറച്ച് മോരും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കഷ്ണത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല കുത്തുന്ന മഞ്ഞ കളറൊന്നും വേണ്ട കേട്ടോ. ലൈറ്റ് മഞ്ഞ കളറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ലൈറ്റ് കളറിലുള്ളതാണ്.
അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടുള്ളൂ, അരയ്ക്കേണ്ട ആവശ്യമില്ല. മോരൊഴിച്ചത് ഞാൻ അവിയലിൽ പാർന്ന് തിളപ്പിച്ചിട്ട് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ഇതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ശൈലി അനുസരിച്ചിട്ടോ സമയത്തിനൊക്കെ അനുസരിച്ചൊക്കെയാണ് അതിൻ്റെ കാര്യം. പിന്നെ ചിലപ്പോൾ കുറച്ച് പുളിയും കുറച്ച് മോരും ചേർത്തിട്ട് അല്ലെങ്കിൽ തൈരോ ചേർത്തിട്ടൊക്കെ അവിയൽ തയ്യാറാക്കാറുണ്ട്. ഓരോ ചേർക്കലിനും അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മളതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് കൂട്ടണത് അതിനനുസരിച്ച് കറികളുടെ ടേസ്റ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് പുളി ചേർക്കണില്ല, വെറും മോര് ചേർത്തിട്ടാണ്. മോര് നന്നായി പുളിയുള്ള മോരാണ്, അതുകൊണ്ട് മോര് മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ അവിയൽ കറി. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു പയറുപ്പേരിയാണ് തയ്യാറാക്കണത്. അപ്പോൾ അതിന് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒക്കെ വേഗം വേഗം കഴിയട്ടെ കേട്ടോ. പണികൾ വേറെ ഉണ്ട്. അപ്പോൾ അടുക്കളയിലത്തെ കുറച്ച് കാര്യങ്ങൾ വേഗം കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി വന്നാലും പിന്നെ അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ട്. അങ്ങനത്തെ ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല. മുറ്റം അടിക്കാനുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പോഴായിട്ട് ചെയ്യാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കറിയുടെ പരിപാടിയും ഉപ്പേരിയോടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ കുറച്ച് മീനുണ്ട് കേട്ടോ, മീനും കൂടെ വറുക്കണം. അയിലയാണ് കിട്ടിയിട്ടുള്ളത്, അയിലയും കൂടി വറുക്കണം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്ത് തീർക്കും. രാവിലത്തെ ഒരു തിരക്കാണ് ഭയങ്കരമായിട്ട്, കാരണം എല്ലാവർക്കും ഒപ്പം ഫുഡ് വേണ്ട ഒരു സമയമല്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെയൊക്കെ സാവകാശം ആവും. പിന്നെ എനിക്ക് തിരക്കില്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ വേഗം വേഗം ചെയ്ത് തീർക്കുകയും ചെയ്യും. പിന്നെ അലക്കി വെച്ചതൊക്കെ വിരിച്ചിടണം, അതുണ്ട്. അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിനിടയിൽ കൂടെ ചെയ്ത് തീർക്കും. വീട്ടമ്മമാരുടെ ജോലിക്ക് അങ്ങനെ ഒരു കൃത്യനിഷ്ഠയോ അല്ലെങ്കിൽ ഒരു കണക്കൊന്നുമില്ല കേട്ടോ. അത് ആ ടൈമിനനുസരിച്ചൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന ഗ്യാപ്പ് അനുസരിച്ചൊക്കെ ഓരോന്നും ചെയ്ത് തീർക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു കൃത്യമായിട്ടൊരു ജോലി ഇന്നത് ചെയ്തിട്ട് ഇന്നത് ചെയ്യാം അങ്ങനെയൊന്നുമില്ല. നമ്മളത് എന്താണ് അപ്പോഴത്തെ സൗകര്യം, സമയം, ആവശ്യം എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെയാണ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളായാലും വീട്ടുജോലി ഏത് ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായിട്ട് മതി കുളിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നാലും ചിലപ്പോൾ നമുക്ക് അപ്പോഴാവും നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരാനുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ച കാര്യം നമ്മൾ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് കേട്ട് നമ്മളിപ്പോൾ അപ്പോൾ ഓടിപ്പോയിട്ട് കുളിക്കില്ലേ. ഇതുപോലെയൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ സമയോചിതമായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കുക. പിന്നെ ആർക്ക് എന്ത് ആവശ്യമാണ് അതിനനുസരിച്ചൊക്കെയാണ് പാചകത്തിൻ്റെ കാര്യങ്ങളും കേട്ടോ. ഉച്ചയൂണിന് എല്ലാവരും ഒന്നും ഉണ്ടാവില്ല, ശ്രുതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ കറികളൊക്കെ എല്ലാതും ഉണ്ടാക്കി വയ്ക്കും. ഇനി ഷൂട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വരികയാണെങ്കിൽ അപ്പോൾ അവന് ഫുഡ് വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞാലും ഞാനെല്ലാം ഉണ്ടാക്കി വയ്ക്കും. പിന്നെ ഈവനിങ്ങിലപ്പോൾ പലഹാരം ഉണ്ടാക്കുന്ന ദിവസങ്ങളാകുമ്പോൾ ചോറൊക്കെ ബാക്കി ഉണ്ടാച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആർക്കാണ് ചോറ് വേണ്ടത് വെച്ചാൽ അവർക്ക് ചോറ്, മറ്റുള്ളവർക്ക് പലഹാരം, അങ്ങനെയൊക്കെ ആക്കി മാറ്റും. അപ്പോൾ ഒന്നും അല്ലാതെ ഒന്നും വേസ്റ്റ് ആക്കിയിട്ട് കളയാറൊന്നുമില്ല. പിന്നെ അവിയൽ കറി ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ പിന്നെ അങ്ങനെ എല്ലാവർക്കും ആ തലേ ദിവസത്തെ കറി പിറ്റേ ദിവസം കൊടുക്കുമ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടാവാറില്ല. അപ്പോൾ എല്ലാവരും കഴിക്കാൻ അല്ലേ നമുക്ക് വേണ്ടത്, അല്ലാതെ നമ്മളുടെ ഒരു പണി ലാഭം നോക്കിയിട്ട് ഇതന്നെ വീണ്ടും കൊടുക്കുക എന്നുള്ള അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പരമാവധി കറികളൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഒരുപാട് അളവിലൊന്നും ഉണ്ടാക്കി വെക്കാറില്ല. നമുക്ക് ഏകദേശം കഴിച്ചാൽ തീരും എന്നുള്ള കണക്ക് നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഒഴിച്ചുകറി മാത്രമാണ് കുറച്ച് അധികം എപ്പോഴും വരാറുള്ളത്. ഉപ്പേരിയോ മറ്റു സംഭവങ്ങളൊക്കെ പാകത്തിന് തന്നെയാണ് ഉണ്ടാകുക. ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കുറച്ചാലും ഉപ്പേരി അതൊക്കെ കഴിച്ച് പച്ചക്കറിയല്ലേന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിക്കും. അപ്പോൾ അവിയൽ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില ചേർത്തു, വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തു. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട് കേട്ടോ പാചകത്തിൻ്റെ. അപ്പോൾ അതൊക്കെ കഴുകി നമുക്ക് കിച്ചണ ഒന്നും വൃത്തിയാക്കും കൂടെ വേണം. അത് കഴിഞ്ഞാൽ ഊണ് കഴിക്കാം. ഇന്ന് ഉച്ചയൂണിന് ഉണ്ണേട്ടുണ്ട്. മക്കളാരും ഇല്ല, അവരൊക്കെ പുറത്ത് പോയതുകൊണ്ട് ആരും എത്തിയിട്ടില്ല. ഉണ്ണേടന് വിളമ്പി കൊടുത്തതിന് ശേഷം വേണം എനിക്ക് കഴിക്കാൻ. നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്യാൻ കൂടെ
ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഉണ്ണേട്ടന് ചോറ് വിളമ്പിയത്. ഇനി ഞങ്ങൾ കഴിച്ച പാത്രം കഴുകുക, മേശ തുടയ്ക്കുക, കുറച്ച് സമയത്തേക്കുള്ള ജോലികളൊക്കെ ഫിനിഷായി. ഉണ്ണേട്ടന് ഉച്ചയൂണിന് മീൻ വേണ്ടാന്ന് പറയുകയാണ്. അതാണ് ചിരിച്ചത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഈവനിങ്ങിൽ അമ്പലത്തിൽ പോകാണ്ട് അത്ര, അപ്പോൾ അതുകൊണ്ട് മീൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. എന്തായാലും നല്ല ചൂടും വെയിലൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഉച്ച നേരത്ത് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുക്കാം. എനിക്കപ്പോഴും റെസ്റ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്യും. ചിലപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് റെഡിയാക്കുന്നതൊക്കെ ഈ സമയങ്ങളിലൊക്കെ ആയിരിക്കും എൻ്റെ ഒഴിവിനനുസരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.